ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു മൗസ് കണ്ട. ഇതിന് മുമ്പ് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ഗെയിമിംഗ് മൗസ് ആണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണ് സാധനം. ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് ക്ലിക്ക് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ RGB ലൈറ്റും വർക്ക് ചെയ്യുന്നില്ല. അതാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതെനിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനമാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ സംഭവം നമുക്ക് നന്നാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ടുക. അപ്പോൾ നമുക്ക് സംഭവം ജസ്റ്റ് കഴിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ സംഭവം കണ്ട ഈ ഒരു ഭാഗം അത് നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ നടത്തിയെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുപോലത്തെ നൈഫ് ഉപയോഗിച്ച് ഇത് നടത്തി കൊടുക്കുക. ഇത് ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. കണ്ട, പഴയ മൗസാണ്, പുതിയതല്ല. ഇവിടെ സ്ക്രൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഗൈസ്, അപ്പോൾ അവിടെ സ്ക്രൂ കാണുന്നില്ല കേട്ടോ. അവിടെ സ്ക്രൂ ഇല്ല. ഓക്കെ, അതാണ്ട് ഇവിടെയാണ് സ്ക്രൂ കേട്ടോ. ഇവിടെയും പിന്നെ ഓക്കെ, അവിടെ ഇവിടെ 2 സ്ഥലത്തുണ്ട്. ജസ്റ്റ് ഇത് ഫുൾ മൊത്തം അടുത്തിരുന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ അതിൽ സ്ക്രൂ ഇല്ല. ഈ സംഭവത്തിൽ സ്ക്രൂ ഇല്ല. ഇവിടെയാണ് സ്ക്രൂ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒട്ടിച്ച് വെക്കാം. അല്ല, ഇവിടെയാണ് സ്ക്രൂ വരുന്നത്. ഇതിലും സ്ക്രൂ ഇല്ല. അതിലുണ്ടോ ഗൈസ്, നോക്കട്ടെ, കാണുന്നില്ല. ഓക്കെ, അതിൽ സ്ക്രൂ ഇല്ല. ഇവിടെ ഉണ്ട്, സ്ക്രൂ ഉണ്ട്. ജസ്റ്റ് നമുക്ക് സ്ക്രൂ അയക്കണം. ഓക്കെ, ജസ്റ്റ് ഇത് അയച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ വെച്ച് അയക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് ടൈറ്റാണ് സാധനം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ RGB ലൈറ്റ് അത് ചില സമയത്ത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പിന്നെ നമുക്ക് ഇതിന് വേറെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഓക്കെ, സംഭവം അയച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ സ്ക്രൂ ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാം സംഭവം അയച്ചിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ RGB മൗസിൻ്റെ ഉൾഭാഗം. ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് സംഭവം അറിയില്ല കേട്ടോ. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇത് മൗസിൻ്റെ വെയിറ്റിന് വെച്ച സാധനമാണോ ഡൗട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ RGB ലൈറ്റ് കേട്ടോ. നല്ല ഒന്നൊന്നര ലൈറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് ലൈറ്റ് കാണുന്നിട്ട് ഈ RGB. പിന്നെ 2 സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ഇത് കംപ്ലൈൻ്റ് ആണോ ഡൗട്ട് ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൗസിൻ്റെ ആ ഒരു ലൈറ്റ് വരുന്നത്. സാധാരണ നമ്മളെ റെഡ് ലൈറ്റ് ആണ്. പിന്നെ സെൻസർ, സ്വിച്ച് എല്ലാം ഉണ്ട്, സ്ക്രോൾ വീല്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഇത് കംപ്ലൈൻ്റ് ആണോ എന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു സ്വിച്ചിന് ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ക്ലിക്കിലും ചെറിയൊരു ഇത് കുറച്ച് ലൂസാണ് കേട്ടോ. ക്ലിക്കിൽ ഇത് കുറച്ച് ടൈറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്വിച്ച് മാറ്റിയിടേണ്ടി വരും. അപ്പോൾ എൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ടോ അറിയില്ല, നമുക്ക് തപ്പി നോക്കാം സ്വിച്ച് ഉണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് ഞാൻ തപ്പി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ സ്വിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മളെ പുഷ് ബട്ടൺ സ്വിച്ചാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഒരു സ്വിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സാധനം. എടുക്കാൻ കുറച്ച് പണിയാണ്. ഫസ്റ്റ് നമുക്ക് ഈ സംഭവം വെച്ചെടുക്കാം കേട്ടോ. ഇതിൽ കൈ പോകുന്നില്ല. ഇതാണ് നമ്മളെ സ്വിച്ച്. കണ്ടാ, ഇതാണ് നമ്മളെ മൗസിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് നമുക്ക് അതിൽ വെച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു സ്വിച്ച് അതിലേക്ക് വെക്കാം കേട്ടോ. അതിന് മുമ്പ് നമ്മൾ സോൾഡറിങ്ങനെ എടുക്കണം. നമ്മളെ പമ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സോൾഡർ പമ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ സോൾഡറിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ചിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. ജസ്റ്റ് നമുക്ക് സംഭവം റിമൂവ് ചെയ്യാം. സ്വിച്ചിന് ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട്. വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ചെറിയ രീതിയിൽ കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് മാറ്റിയിടാം. അതാണ് നല്ലത്. കൊണ്ടിട്ട ഗൈസ്.
അപ്പോൾ ജസ്റ്റ് നമുക്ക് ഞാൻ റീസോൾവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സംഭവം റീസോൾവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത്. കണ്ടോ, പഴയ സ്വിച്ചാണ്, കാണുമ്പോൾ പുതിയതാണ്, സംഭവം പഴയതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്വിച്ച് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് സ്വിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് സോൾഡർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഇനി നമുക്ക് സോൾഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ സംഭവം സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ മൗസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ട, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിന് RGB ലൈറ്റിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമ്മളിപ്പോൾ PC ഓൺ ആക്കിയിട്ടുണ്ട്. കണ്ട, RGB ലൈറ്റിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. RGB ലൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എനിക്ക് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇപ്പോൾ റെഡ് കളറായിട്ടുണ്ട്. നമ്മളിത് തൊടുമ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട, ഓക്കെ. അപ്പോൾ സംഭവം ഓക്കെയാണ്. ഓക്കെ, നമ്മുടെ മൗസ് ഇപ്പോൾ വർക്കിംഗ് ആണ്. പിന്നെ ഈ സ്വിച്ച് ഇതാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയത്. ജസ്റ്റ് നമ്മൾ PC കൂടി കാണിച്ചു തരാം എനിക്ക്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ പോയാണ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് നമുക്ക് കണ്ട, നമ്മളിപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഒന്നുകൂടി കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത് നേരെ കൊള്ളുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു സംഭവത്തിന് മുകളിലത്തെ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ സംഭവം വർക്കിംഗ് ആണ്, നല്ല അടിപൊളിയാണ്. കണ്ട, ഇതാ കാണിക്കാം. ഇത് എന്തുകൊണ്ടാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ടച്ച് ആവുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഈ റീഫ്രഷ് അടിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് തവണ അടിച്ചാൽ മാത്രമേ റീഫ്രഷ് ക്ലിക്ക് ആവൂ. കാരണം ഈ ഒരു സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ആ സ്വിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. സാധാരണ എല്ലാ ക്ലിക്കും ഒരു 3-4 തവണ ക്ലിക്ക് ചെയ്താൽ മാത്രമേ, അതായത് ജസ്റ്റ് കണ്ട ഇതുപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഒരു സംഭവം വർക്കാവൂ. ഇപ്പോൾ ശരിയായിട്ടുണ്ട്, സംഭവം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം അടക്കാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു സംഭവം വെച്ചാൽ നമ്മളെ മൊത്തം പൊടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാൻ പറ്റും. ഇവിടെ ഒരു വെള്ള കളർ കണ്ട, ഇത് പറ്റി പിടിക്കുന്ന കേട്ടോ. എന്താണ് സംഭവം എന്നറിയില്ല, മൊത്തം പൊടിയാണ്. ഇതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കഴുകുമ്പോൾ ഉണങ്ങാതെ സംഭവം നമ്മളെ തിരിച്ച് മൗസിലേക്ക് ഇടരുത്. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക, മൗസ് കംപ്ലൈൻ്റ് ആവും. അതായത് ഈ മൗസിൻ്റെ ഒരു ബോർഡ് ഉണ്ടല്ലോ, ഈ ബോർഡ് ഇതിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ സാധനം കംപ്ലൈൻ്റ് ആവും. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് കഴുകാൻ പോയാണ്. ജസ്റ്റ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ സംഭവം ഇതിലേക്ക് ഇടൂ കേട്ടോ. ജസ്റ്റ് ഇത് കഴുകുക. അതിന് ശേഷം ഹീറ്റ് ഗണ്ണോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉണക്കുക കേട്ടോ. നേരത്തെ പറയാൻ വിട്ടുപോയി. ഈ ഒരു സാധനം എന്താ വെച്ചാൽ ഇതിൻ്റെ കവറിൻ്റെ ആണ്. അതായത് ഇത് കണ്ട, ഇത് നമുക്ക് ഊരെടുക്കാൻ പറ്റും. അതാ കണ്ട, ഈ സ്വിച്ച് ഒന്ന് അതുപോലെ തന്നെ. ഓക്കെ, ഇതിൻ്റെ ആ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഊരെടുക്കാൻ പറ്റുന്ന തോന്നുന്നു. ഓക്കെ, ഇല്ല, ഇത് ഊരെടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇത് കഴുകിയിട്ട് എല്ലാം സെറ്റ് ആകട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സംഭവം മൗസ് വർക്കായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ട് വീഡിയോ വേണം പറയാം കേട്ടോ. കാരണം വെച്ചാൽ സിമ്പിളാണ്. മൗസിന് സ്വിച്ച് പോയതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. ഇനിയും ഒരുപാട് വീഡിയോസ് വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ എന്താ സംഭവം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മളൊരു മൗസിൻ്റെ ഒരു സ്വിച്ച് മാറ്റി, അത്ര തന്നെ, വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയാലും നമ്മുടെ RGB ലൈറ്റ് വർക്ക് ചെയ്യില്ല. നമ്മൾ സ്വിച്ച് മാറ്റിയാൽ നമ്മൾ RGB ലൈറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി ഇത് ഞാൻ കഴുകിയെല്ലാം സെറ്റ് ആക്കട്ടെ കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ നമ്മുടെ മൗസ് ഇപ്പോൾ ഓക്കെ ആണ്, അതുപോലെ വർക്കിംഗ് ആണ് സംഭവം. അപ്പോൾ ഇപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും നമ്മളെ മൗസിനില്ല കേട്ടോ. മൗസ് ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.